ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ത്രെഡ് വെച്ചിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി നമ്മൾ ഇതിന് പുറകാലെ തന്നെ അടുത്ത വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിലൊക്കെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം നമ്മൾ ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് 2-3 ഡിസൈൻസ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3 ഡിസൈൻസാണ്, സിമ്പിളായിട്ടുള്ള ഡിസൈൻസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു സ്കാലപ്പ് ഡിസൈനാണ്. ഒരു സ്കാലപ്പ് ബോർഡർ, ഇതിപ്പോൾ നമുക്ക് സ്ലീവിലും നെക്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്കാലപ്പ് പോലെ വരച്ചു കൊടുക്കുന്ന ഈ ബോർഡർ എങ്ങനെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓരോ ബീഡ് വെച്ച് വേണം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ, എങ്കിൽ മാത്രമേ ആ സ്റ്റിച്ച് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. 2-3 ബീഡ്സ് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് അയഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. കുറച്ച് ടൈം എടുത്താലും ഓരോ ബീഡ്സ് വെച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ വരച്ചതിലൂടെ തന്നെ നീഡിൽ കുത്തി ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു ലെയറും കൂടെ ഇതിനോട് അടുപ്പിച്ച് തന്നെ ഒരു ലെയറും കൂടെ ഇങ്ങനെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. വലിയ പാടൊന്നുമില്ലല്ലോ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ, നല്ല ഫിനിഷിങ്ങിൽ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ അരി വർക്കാണെങ്കിൽ കുറച്ച് പാടാണ്, അത് പഠിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ അരി വർക്ക് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ കുറച്ചുകൂടെ ഫിനിഷിങ്ങോടെ നമുക്ക് ചെയ്യാൻ പറ്റും. നോർമൽ നീഡിൽ വെച്ചിട്ടുള്ള ബീഡ്സ് വർക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചസാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു സിക്സാക്ക് രീതിയിലുള്ള സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് നമ്മൾ 2 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് 2 ബീഡ്സ് എന്ന് പറയുന്നത്. കട്ട് ബീഡ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ നീളമുള്ള ബീഡ്സാണ് 2 ബീഡ്സ്. അതപ്പം നമുക്ക് കുറച്ചുകൂടെ നീളമുള്ള സ്റ്റിച്ചൊക്കെ ചെയ്യാൻ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കുവാണേ. 2 ബീഡ്സ് എടുക്കുക, അതായത് ആ ബീഡ്സിൻ്റെ നീളത്തിനനുസരിച്ചൊന്ന് നോക്കണേ. അപ്പം കട്ട് ബീഡ്സ് ആകുമ്പം കുറച്ച് നീളത്തിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. 2 ബീഡ്സ് ആകുമ്പം കുറച്ചുകൂടെ നീളം എടുക്കണം. അപ്പം സിക്സാക്ക് രീതിയിൽ സിമ്പിളാണ്. സിക്സാക്ക് രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പം ഞാൻ ഇതിൽ വരച്ച് അതിൻ്റെ കറക്റ്റ് ആ വരച്ച രീതിയിൽ തന്നെയല്ല, കാരണം ഈ 2 ബീഡ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതേ. When I speak, so I trip on my tongue, never thinking you would be my number one. ഈ രീതിയിൽ ഞാനൊരു നെക്ക് ഡിസൈൻ ചെയ്തതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. ഫ്രോക്കിൽ ഞാൻ നെക്കിൽ ഈ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷേ നെക്കിലൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു എലഗൻ ലുക്ക് കിട്ടുന്ന ഒരു ഡിസൈനാണിത്. ഒന്ന് കണ്ടു നോക്കണേ. ആ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയാൽ എങ്ങനെ ഇരിക്കും, ഇത് നെക്കിലൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ
അപ്പോൾ ഇതാണ് സിക്സാഗ് രീതിയിലുള്ള 2 ബീഡ്സ് വെച്ചിട്ടുള്ള സ്റ്റിച്ച്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് സിക്സാക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിന് 2 ബീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇതിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൽ ആദ്യം ഒരു ഷുഗർ ബീഡ് എടുക്കും, പിന്നെ ഒരു 2 ബീഡ് എടുക്കും, പിന്നെ വീണ്ടും ഒരു ഷുഗർ ബീഡും കൂടി എടുക്കും. അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് സിക്സാഗ് രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഷുഗർ ബീഡ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അടുത്തത് എടുക്കുമ്പം ഒരു 2 ബീഡ് മാത്രം എടുത്താൽ മതി. ഇവിടെ വരുമ്പോൾ ഒരു ഷുഗർ ബീഡ്, അപ്പോൾ ഇവിടെ ഷുഗർ ബീഡ് ഉണ്ടല്ലോ, പിന്നെ ഒരു 2 ബീഡ്, ഇവിടെ ഒരു ഷുഗർ ബീഡ്, അങ്ങനെ പോയാൽ മതി. അപ്പോൾ അടുത്തത് ഇപ്പോൾ കുത്തിയെടുത്തൊരു ഷുഗർ ബീഡ്, പിന്നെ ഒരു 2 ബീഡും കൂടെ വെച്ച് കോർക്കുക. കണ്ടോ? അപ്പോൾ സിക്സാഗ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗിയായില്ലേ? ഇവിടെ അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡ്, 2 ബീഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെയൊക്കെ ഒന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കുക. നല്ല രസമല്ലേ? ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാൽ പഴയ കുർത്തിയാണെങ്കിലും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ല രസമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.